ശശി തരൂർ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ചും അതുപോലെ മറ്റ് പാർട്ടികളിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചുമൊക്കെ തോന്നിയത് അദ്ദേഹം എഴുതി. അത് അദ്ദേഹത്തിൻ്റേതായ ഒരു എഴുത്ത് ആയിട്ട് മാത്രം കണക്കാക്കി. കോൺഗ്രസ് അതൊരു ചർച്ചാ വിഷയമേ ആക്കുന്നില്ല. തരൂരിൻ്റെ ഈ ലേഖനത്തോട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കാട്ടുന്ന ഈ പ്രതികരണം ആ പാർട്ടി എത്തിപ്പെട്ട ഒരു ഗതികേടിനെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത്. അതായത് ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതൃത്വത്തെ അവർ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിലൂടെ മാത്രം വന്നവരാണെന്നും അവർക്ക് കഴിവില്ല എന്നുമുള്ള തുറന്ന വിമർശനമാണ് ഈ ഒരു ലേഖനത്തിൽ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഉന്നത സമിതിയിലിരിക്കുന്ന ഒരു വ്യക്തി ഈ വിധം നിശിതമായൊരു വിമർശനം പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് എത്ര മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമെന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീകുമാരേട്ടൻ പറഞ്ഞു ഇതൊരു വലിയ ചർച്ചയായിട്ടില്ല, കൈരളി എന്തോ അത് ചർച്ചയ്ക്കൊരു വിഷയമായി എടുക്കുകയാണ്. ഇവിടെ ഡൽഹിയിലിരിക്കുമ്പോൾ സ്ഥിതി അങ്ങനെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP ദേശീയ തലത്തിൽ ഇതൊരു വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. BJPയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. തരൂരിനെ അവർ പ്രശംസിച്ചു, തരൂരിനെ അവർ പുകഴ്ത്തി, തരൂരിൻ്റെ ധീരതയെ അവർ വാഴ്ത്തുകയാണ്. നോക്കണം, ബീഹാർ ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വിമർശനം തരൂർ കോൺഗ്രസിലെ നെഹ്റു കുടുംബവാഴ്ചയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് മോഡി ബീഹാറിലെത്തിയപ്പോഴും ഇതേ വിമർശനമാണ് അദ്ദേഹം ശക്തമായി മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിലെയും RJDയിലെയും കുടുംബവാഴ്ച, അത്തരം കുടുംബവാഴ്ച ബീഹാറിന് ഗുണം ചെയ്യില്ല എന്നതും അത്തരം കുടുംബാധിപത്യത്തെ ബീഹാറിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നുമാണ് മോഡി ആഹ്വാനം ചെയ്തത്. ആ മോഡിയുടെ ആഹ്വാനം അതേപടി പകർത്തുകയാണ് തരൂർ ഈ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിശ്ചിതം തരൂർ ഇതിനു മുമ്പ് പലപ്പോഴും പാർട്ടിയിൽ നിന്ന് വേറിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം നേതൃത്വത്തെ ഈ വിധം തുറന്ന് വിമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരുപക്ഷെ മോഡിയെ പുകഴ്ത്തിയിട്ടുണ്ടാവാം, BJPയുടെ നയങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ടാവാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന ആ നെഹ്റു കുടുംബത്തെയാണ് അതിനിശ്ചിതമായി തരൂർ വിമർശിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ ഒരു പ്രസിദ്ധീകരണത്തിലോ മറ്റോ ആയിരിക്കാം വന്നത് എങ്കിൽ കൂടി അത് തരൂർ എഴുതിയ ലേഖനമായതുകൊണ്ട് ഇന്നത് ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ആ തരൂരിൻ്റെ ഈ ലേഖനത്തെ എടുത്ത് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ദേശീയ തലത്തിൽ ഒരു ചർച്ചയായി മാറുന്നു. BJP അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം പോലും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഈ വിധമെല്ലാം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടും അദ്ദേഹം അത് ചെയ്തോട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയുള്ള വളരെ സൗമ്യമായ സമീപനമാണ് ഇവിടെ ശ്രീകുമാരേട്ടനെ പോലെയുള്ള കോൺഗ്രസ് പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ സ്വീകരിക്കുന്നത്. അത് നിസ്സംശയമായിട്ടും കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയായിരുന്ന ആ ഒരു സംഘടനാ സംവിധാനം ഇന്ന് എത്തിപ്പെട്ട ആ ഒരു ദുർബല അവസ്ഥയെ തുറന്നു കാട്ടുകയാണ്. തരൂരിനെതിരെ ഒരു നടപടിക്ക് ധൈര്യപ്പെടാൻ ആ സംഘടനയ്ക്ക് കഴിയില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ തരൂർ BJPയിലേക്ക് പോകുമോ എന്ന വലിയ ആശങ്കയാണ് കോൺഗ്രസിനുള്ളത്. അതിനേക്കാൾ നല്ലത് തരൂർ ഇവിടെ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ എന്നൊരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മനോഭാവം മാറിയിരിക്കുന്നു. പ്രശാന്ത്, അത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൂടുതൽ ദുർബലമാക്കില്ലേ? കാരണം പ്രശ്നങ്ങളിൽ ആത്മവിശ്വാസത്തോട് ഇടപെടാൻ കഴിയില്ല. തരൂരിനെ പോലൊരു നേതാവ് വളരെ ശക്തമായ വിമർശനം ആ നേതൃത്വത്തിന് നേരെ അക്കമിട്ട് നിരത്തുമ്പോൾ, മറുപടി ഇല്ലാതെ നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെയാണോ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നൊരു മെസ്സേജ്? മൗനം കൊണ്ട് ശരിയായൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമോ കോൺഗ്രസ് നേതൃത്വത്തിന്? ഒരിക്കലും കഴിയില്ല. അത് പ്രവർത്തകരോട് കോൺഗ്രസ് ഇതിലെ അവരുടെ കൃത്യമായ പാർട്ടി പൊസിഷൻ വിശദീകരിക്കുക തന്നെ വേണം. എന്തുകൊണ്ട് തരൂരിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല? ഇത് ആദ്യത്തെ തവണ മാത്രമല്ലല്ലോ. എത്രയോ വട്ടം തുടർച്ചയായി പാർട്ടി ലൈനിൽ നിന്ന് പരസ്യമായി വേറിട്ടുള്ള ശബ്ദം അല്ലെ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അപ്പോഴൊക്കെയും മിണ്ടാതിരിക്കുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാ പരിധിയും കടന്ന് കോൺഗ്രസിലെ സമുന്നത നേതൃത്വത്തെ തന്നെ നിശിതമായി ആക്രമിക്കുന്ന വിധമുള്ള ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നു. അപ്പോഴും കോൺഗ്രസ് നേതൃത്വം കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമീപനത്തിൽ അധികം നാൾ മുന്നോട്ട് പോകാൻ കോൺഗ്രസിനാവില്ല. കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം ദുർബലപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു വസ്തുത കോൺഗ്രസ് അണികൾക്ക് കൂടി മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഈ നെഹ്റു കുടുംബവാഴ്ച അല്ലെങ്കിൽ രാഹുലിൻ്റെയും മറ്റും ആ ഒരു നേതൃശൈലിയിൽ മനമെടുത്ത് എത്രയോ കോൺഗ്രസ് നേതാക്കൾ ആ പാർട്ടി വിട്ടുപോയി മറ്റു പാർട്ടികളിൽ പോയി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആവുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അപ്പോഴും ഈ പറയുന്ന നെഹ്റു ആ കുടുംബവാഴ്ച അതിൽ തന്നെ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ലാതെ കോൺഗ്രസിന് മറ്റു മാർഗമില്ല. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനും അറിയാം. ആ കുടുംബത്തെ മാറ്റിക്കൊണ്ട് ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ, ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർക്കും അറിയാം. അങ്ങനെ തികച്ചും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കോൺഗ്രസ് എന്ന പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തരൂരിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ കണ്ടില്ല എന്നടിച്ച് പരമാവധി മുന്നോട്ട് പോകാൻ അവർ കിണഞ്ഞു ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു അധികം നാൾ ആ ഒരു നിലയിൽ പോകാൻ കോൺഗ്രസ് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയേണ്ടി വരും.